തൊഴിലിടങ്ങൾ സുരക്ഷിതമാകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അത് വന്നേ പിന്നെ ഒരുപാട് നടിമാർ, ഒരുപാട് നടന്മാർ അവരുടെ എക്സ്പീരിയൻസസ്, അവരുടെ എന്താ പറയുക, അവർക്ക് എന്തൊക്കെയാണോ ഇപ്പോൾ കറൻ്റ്ലി അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് നടന്മാർക്കെതിരെ ആക്ഷേപങ്ങളുണ്ട്, സംവിധായകന്മാർക്കെതിരെ ആക്ഷേപങ്ങളുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് വളരെ അടുപ്പമുള്ള 1-2 സുഹൃത്തുക്കൾ ഇൻഡസ്ട്രിയിലുണ്ട്, വളരെ അടുപ്പമുള്ള. അതിലൊരാളൊരു നടിയാണ്. പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറയും, മിക്കവാറും പറയാറുണ്ട്, പുള്ളിക്കാരിക്ക് ഒരു ദിവസം ഒരു 10-15 കോളെങ്കിലും വരും. ഈ പറഞ്ഞ ഈ സിനിമയിൽ ചാൻസ് ഉണ്ട്, ആ സിനിമയിൽ ചാൻസ് ഉണ്ട്, ഇവിടെയുണ്ട്, അവിടെയുണ്ട്. അതിന് എല്ലാവരും ഒരു 90% പേര് ആൾക്കാർ ചോദിക്കുന്നത് ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് അത് തരാം, ഇത് തരാം, ഇങ്ങനെ തരാം, അങ്ങനെ തരാം എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ പറയാണ്, അഡ്ജസ്റ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് പിന്നെ അവർ ആ ഒരു വേറൊരു കാറ്റഗറിയിൽ അവരെ കാണുന്നത്, വേറൊരു കാറ്റഗറി. അവർക്ക് പിന്നെ വേറെ അവസരങ്ങളില്ല, അവർക്ക് നല്ല റോളുകളില്ല. അവർ ഇവൻ ഒരു ചാൻസിന് വേണ്ടിയിട്ട് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല, അവരെ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് കളയും. അങ്ങനെയുള്ള ഒരുപാട് എന്താ പറയുക, അനാവശ്യമായ പ്രവണതകൾ, അതായത് വൃത്തികെട്ട പ്രവണതകൾ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. അതുപോലെ തന്നെ ഒരു സംവിധായക സുഹൃത്ത്, പുള്ളി ഒരു സിനിമയുടെ അസിസ്റ്റന്റ് സംവിധായകനായിരുന്നു, അസോസിയേറ്റ് അല്ല അസിസ്റ്റന്റ് ആയിരുന്നു. ഇപ്പോൾ പുള്ളി അസോസിയേറ്റ് ആയി. പുള്ളി എൻ്റെ അടുത്ത് പറയായിരുന്നു, പുള്ളിനെ ഒരു ദിവസം പുള്ളിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യം, പുള്ളിക്ക് ഒരു മകളുണ്ട്, 16 വയസ്സുണ്ട് അവൾക്ക്, 17 വയസ്സുണ്ടാവും അവൾക്ക് പ്രായം. അപ്പോൾ പുള്ളി ഒരു ദിവസം എൻ്റെ അടുത്ത് പറയായിരുന്നു, ഏകദേശം പുള്ളിയുടെ മകളെക്കാളും ഒരു 2 വയസ്സ് കൂടുതലുള്ള ഒരു 18-19 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിട്ടൊരു അമ്മ വന്നു. അമ്മ വന്നിട്ട് അമ്മ പറഞ്ഞത്, പച്ചയ്ക്ക് അവർ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം, എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കാം, പക്ഷെ ഞങ്ങൾക്ക് ചാൻസ് കിട്ടണം. ഞങ്ങൾക്ക് കുട്ടിക്ക് നാളെ പോകണം, കാരണം അവൾ ഒത്തിരി ഡാൻസ് പഠിച്ചാണ്, അവൾക്ക് വേണ്ടി എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടിക്ക് ചാൻസ് വേണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം, നിങ്ങളൊന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു. അവനൊരു സെക്കൻഡ് ആ കുട്ടിയെ നോക്കിയിട്ട് പറഞ്ഞു, ചേച്ചി ഇപ്പം വേറെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്, ചേച്ചി അവരോട് സംസാരിച്ചോളൂ, കുഴപ്പമില്ല, ഞാൻ പക്ഷേ ആ ഡിപ്പാർട്ട്മെന്റ് അല്ല എന്ന് പറഞ്ഞിട്ട് പോയി. അവനത് ഭയങ്കര വിഷമമായി. എന്ന് വെച്ചാൽ അവന് റിലേറ്റ് ചെയ്യാൻ പറ്റി, അവൻ്റെ ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു, അവനും ഏകദേശം അതേ പ്രായമുള്ള ഒരു കുട്ടി അവനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന സ്ത്രീകൾ ഇപ്പോൾ പറയുന്ന അവർക്ക് സഹിക്കുന്നില്ല, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇൻഡസ്ട്രി. സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ വില കളയുന്നത്. ഒരമ്മയാണ് മകളെ കൂട്ടി കൊടുക്കാൻ പോകുന്നത്. പിന്നെ എന്താണ് ഇത് കൂടുതൽ പറയേണ്ടത്? ഇൻഡസ്ട്രിയിൽ പുരുഷന്മാർ മാത്രമല്ല പ്രശ്നക്കാര്, സ്ത്രീകളും പ്രശ്നക്കാരാണ്. സ്ത്രീകൾ കൊണ്ടു കൊടുക്കുകയാണ്. പിന്നെന്താ ചെയ്യുക? കൊണ്ടു കൊടുത്തിട്ടാണ് പറയുന്നത്, നാളെ വരുമ്പോൾ അയ്യോ പീഡിപ്പിച്ചേ, അയ്യോ അത് വന്നേ ഇത് വന്നേന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് അവരൊന്ന് ചിന്തിച്ചിട്ട് അവർ പറയുകയാണ്, ഇല്ല ഞങ്ങൾക്ക് ആ അവസരം വേണ്ട, ഇങ്ങനെയാണ് ഞങ്ങൾക്കത് വേണ്ടെന്ന് പറഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ. ടാലന്റഡ് ആണെങ്കിൽ വീണ്ടും അവർ പൊങ്ങി വരും, അവർക്ക് അവസരങ്ങളുണ്ടാവും. ഇന്നത്തെ കാലത്ത് എന്താ പറയുക, നമ്മുടെ വിദേശങ്ങളിലും അതുകൊണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ മൊബൈലിൽ സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. വേണമെന്ന് വെച്ചാൽ ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മൊബൈലിൽ വരെ സിനിമ ഉണ്ടാക്കി വളരെ വിപ്ലവം ചെയ്തിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ കഴിവുള്ളവരാണെങ്കിൽ ഇതൊക്കെ നടക്കും. കഴിവില്ലാത്തവരാണ് ഇമാതിരി കുറുക്ക് വഴികളൊക്കെ നടത്തിയിട്ട് അവസാനം എന്തെങ്കിലും പ്രശ്നമായി കഴിയുമ്പോൾ അയ്യോ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് പോകുന്നത്. റിപ്പോർട്ട് 100% സത്യമാണ്. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്, യൂസ് ചെയ്യുന്നവരുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ചില അമ്മ നടിമാരുണ്ട്, അതായത് നമ്മുടെ അതും എൻ്റെ ഈ പറഞ്ഞ സുഹൃത്ത് പറഞ്ഞാണ്. ചില അമ്മ നടിമാരുണ്ട്, അവരുടെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അവര് ചെറിയ ജൂനിയറായിട്ട് വരുന്ന കുട്ടികളുമായിട്ട് ഭയങ്കര കമ്പനിയാവും, അവരുടെ വീട്ടുകാരുമായിട്ട് കമ്പനിയാവും. എന്നിട്ട് അവരെ ഇതാക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവരെ വിറ്റിട്ട് ഇവരുടെ കുറെ ആവശ്യങ്ങൾ, അതായത് ഇവർക്ക് ചെറിയ റോള്, ഇവർക്ക് പൈസ, പുറത്തോട്ടുള്ള ട്രിപ്പുകൾ, മറ്റു കാര്യങ്ങളൊക്കെ അവരെ വിറ്റിട്ടുണ്ടാക്കും. അങ്ങനെയുള്ള അമ്മ നടിമാരുണ്ട്. അത് തന്നെ ആദ്യം തിരിച്ചറിയണം അച്ഛനും അമ്മയും. എന്തിനാണ് ഇവർ അപ്രോച്ച് ചെയ്യുന്നത്, ഇവർക്ക് അതുകൊണ്ട് എന്താണ് നേട്ടം, ഇതൊക്കെ മനസ്സിലാക്കണം. ഇതൊന്നും മനസ്സിലാക്കാതെ ചെന്ന് വായിലോട്ട് കയറി കൊടുത്തിട്ട് പറയാണ് പീഡിപ്പിച്ചെന്ന്. എന്താ പറയാ, പൊതുജനം കഴുതേന്നുള്ളൂ. ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഈ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ അങ്ങ് പോകും. വീണ്ടും ഇതേ ഇൻഡസ്ട്രി ഇതേ രീതിയിൽ തന്നെ ഇതേപോലെ തന്നെ മുന്നോട്ട് പോകും. കുറച്ച് മാധ്യമങ്ങൾക്ക് ഇപ്പം തന്നെ മുല്ലപ്പെരിയാർ വിഷയം മുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായി. കുറേ നാൾ ഇതിന്റെ ഡിസ്കഷൻ നടക്കും. അത് കഴിയുമ്പോൾ ഇത് എങ്ങും എത്താതെ പോകും. കാരണം ഇതിൽ പ്രമുഖന്റെ പേരറിയില്ല, ആൾക്കാരെ അറിയില്ല, അവസരങ്ങൾ അറിയില്ല, എവിടെ വെച്ച് ഇതിൽ പ്രമുഖന്റെ പേരറിയില്ല, നാടറിയില്ല, വീടറിയില്ല,
എവിടെ വെച്ച് നടന്നെന്നറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ആകെ അറിയാവുന്നത് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നറിയാം. ഈ പ്രശ്നങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ, ആൾക്കാരറിയില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാൾ ഇതിങ്ങനെ ലൈം ലൈറ്റിൽ ഇങ്ങനെ കിടക്കും. കുറേ നാൾ ഇങ്ങനെ കുറേ ആരോപണങ്ങളും. ഇനി അത് യൂസ് ചെയ്യുന്ന ചില ആൾക്കാരും ഉണ്ട്, അവസരങ്ങളും ഇല്ല കഴിവും ഇല്ലാത്ത ആൾക്കാർ വന്നിട്ട് പറയും എനിക്ക് കഴിവില്ല, എനിക്ക് സിനിമ കിട്ടിയില്ല, കിട്ടാഞ്ഞത് എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടാണ്, ഞാൻ പരിശുദ്ധി ആയതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ എണ്ണം. ഇനി ആരും ഒന്നും പറയാതെ തന്നെ ചില ആൾക്കാർ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് പറയുന്നു ഞാൻ ഇന്ന് വരെ ഒരു പെണ്ണിനോട് ഇങ്ങനെ ചോദിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല. എടാ നിന്നോട് ആരെങ്കിലും ചോദിച്ചോ, ആരെങ്കിലും നീ പ്രവർത്തിച്ചോ ഇല്ലയോ എന്നൊക്കെ? ആരും ചോദിച്ചിട്ടില്ല, വെറുതെ അങ്ങ് പറയുകയാണ് എന്ന് പറയുന്നതൊക്കെ കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ ഇത് എനിക്കിന്നലെ ഞാൻ അമ്മയുടെ മീറ്റിംഗ് എന്നുവെച്ചാൽ പ്രസ് കോൺഫറൻസ് കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് ചില ചോദ്യങ്ങൾക്കൊക്കെ ആ ജോമോളൊക്കെ മറുപടി പറയുന്നത് കേട്ടിട്ട് സഹതാപം തോന്നി. കാരണം ഒന്ന്, അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് ശരിക്കും അറിയത്തില്ല. രണ്ട്, എന്താ പറയുക, ഇത് പ്രിപ്പയർഡ് അല്ല, കാര്യങ്ങളൊന്നും പറയേണ്ട, എന്താ പറയേണ്ട, എവിടെ പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല. വെറുതെ വന്നിരുന്നിട്ട് ഞാനല്ല നീയല്ല എനിക്കിത് വന്നിട്ടില്ലെന്ന് അറിയാം. എടാ ഇത് എന്നോട് ആരെങ്കിലും ചോദിച്ചോ തനിക്കോ ഇത് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്? ഇത് കോമൺ ആയിട്ടൊരു സബ്ജക്റ്റാണ്, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ഇവരെന്നിട്ട് പറയാണ്, സിദ്ദിഖ് പറയുന്നിട്ട് ഇത് അമ്മയ്ക്കല്ല ഏറ്റവും കൂടുതൽ ഗുണം, അമ്മയ്ക്ക് എന്താ പറയുക അമ്മയുടെ അംഗങ്ങൾക്കല്ലേ ഇതുകൊണ്ട് ഗുണം കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞു. എടോ അമ്മയുടെ അംഗങ്ങൾക്കാണ് ഇതുകൊണ്ട് ഗുണമെങ്കിൽ, അമ്മയുടെ അംഗങ്ങളാണ് ഇതുകൊണ്ട് സുരക്ഷിതരാകുന്നെങ്കിൽ, തൻ്റെ കൂടെ ഉണ്ടായിരുന്ന, തൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു കുട്ടിക്ക് വന്നിട്ട് താൻ എന്താ വാ തുറക്കാഞ്ഞേ? അല്ല അവിടുന്ന് ഒരു അമ്മയുടെ ആരും ചോദിച്ചിട്ടില്ലല്ലോ, അവർക്ക് ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, അതെന്താ? അപ്പം അതല്ല, ഇപ്പം ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ, പേരൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ നല്ല നാറ്റമുണ്ട് ഇപ്പം, നല്ല രീതിയിൽ. അപ്പം നല്ല നാറ്റം ഉള്ളത് കൊണ്ട് വന്നിട്ട് പറയും അമ്മയുടെ ആളാണ്, അമ്മയുടെ ഒരപ്പൻ്റെ ആളുമല്ല. ഇവിടെ മനുഷ്യർക്കെല്ലാം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, ആരും പൊട്ടന്മാരൊന്നുമല്ല, മനസ്സിലായോ? നീയൊക്കെ നക്കുന്നുണ്ടോ മുക്കുന്നുണ്ടെങ്കിൽ തിന്നോ, കുഴപ്പമില്ല. പക്ഷേ ഇത് ആൾക്കാരറിയുമ്പോൾ വന്നിരുന്ന് വെള്ള പൂശരുത്, ആ പരിപാടി വേണ്ട. ശരിയെന്നാ.